അതെ 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 നമ്മൾ ഷംന കാസിം മേശിന്റെ വീട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോവാം. അപ്പൊ അങ്ങനെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇതാണ് പഴയ ഫോട്ടോ, ഷംന കാസിന്റെ പഴയ ഫോട്ടോ ആണ്. ടീച്ചർ എന്തുണ്ട്, സുഖാണോ? സുഖം സുഖം. നമ്മൾ ഷംന കാസിമിനെ പഠിപ്പിച്ച ടീച്ചറല്ലേ? ഇതാണ് നമ്മൾ ഷംന കാസിം പഠിച്ച സ്കൂള്. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ നടി ഷംന കാസിമിന്റെ വീട്ടിലേക്കാണ്. ഷംന കാസിമിന്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ നമുക്ക് ആ പോകുമ്പോഴേ കാഴ്ചകൾ കണ്ട് നമുക്കങ്ങ് പോവാം. ആളുണ്ടെങ്കിൽ ആളെ കാണാം, അല്ലെങ്കിൽ നമുക്ക് വീടും പരിസരം കണ്ട് നമുക്കങ്ങ് തിരിച്ചു വരാം. അങ്ങനെ ഷംന കാസിമിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇങ്ങോട്ടേക്കാണ് കേട്ടോ, വഴി ഇങ്ങോട്ടാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ അടുത്താണെന്നാണ് പറഞ്ഞത്, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ഞാൻ തേടി നമ്മുടെ ഷംന കാസിമിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ നേരെ കാണുന്നതാണ് കേട്ടോ വീട്. അപ്പോൾ നമുക്ക് ആ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. ഷംന കാസിം ജനിച്ചു വളർന്ന വീടിൻ്റെ ഉള്ളിലാണുള്ളത്. നമുക്ക് ഉള്ളിൽ നിന്ന് കയറാം. ഇതാണ് ജനിച്ചു വളർന്ന വീട്. നമുക്ക് എടുത്ത ട്രോഫി ഇതിനെ ഒരു കിട്ടിയ ട്രോഫി. അപ്പോൾ കിട്ടിയ ഷംന കാസിമിന് കിട്ടിയ ട്രോഫി ഏതായിട്ടല്ല അതല്ലേ. ചേച്ചി കുറച്ച് ഫോട്ടോ ഒക്കെ ഇപ്പൊ എറണാകുളം അല്ലേ? ഇപ്പൊ എറണാകുളത്തുണ്ടല്ലേ? ഇപ്പൊ എറണാകുളം ഉണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും ചേച്ചി എടുത്തു തോന്നി. റൂമിലേക്ക് ഒന്ന് പോവാം. ഇതാണ് അടുത്ത റൂമും കാര്യങ്ങളൊക്കെ. ഇപ്പം മലപ്പുറത്ത് ചേച്ചിയാണ് ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നത്. ഇപ്പം അവർ ഇവിടുന്ന് പോയിട്ട് കുറച്ചായി. എന്നാലും നമുക്ക് ആ വീടും പരിസരമൊക്കെ കാണിക്കണമല്ലോ, അതുകൊണ്ട് നമ്മളൊന്ന് കാണിക്കാന്ന് വെച്ചു. ഓക്കെ, ചേച്ചിന്റെ പേരെന്നാ? ബീബി. എന്നൊരു പേരാണല്ലേ? ആ, അവിടെ മലപ്പുറം എവിടെയാ? കൊണ്ടോട്ടിയാ? പൊന്നാനി. പൊന്നാനി. ഇപ്പൊ ഇവിടെ എത്ര ഇവിടെ 15 വർഷം താമസിക്കും അല്ലേ? അതായത് അവര് ഷംന കാസിമിന്റെ അടുത്താരും വന്നു പരിചയം. അല്ലേ? ഓ അങ്ങനല്ലേ. ഒന്നേരം വരത്തല്ലോ. ഇങ്ങോട്ട് വന്നില്ലായിരുന്നു? അടുത്താരും വന്നു ഇവിടത്തേക്ക് വന്നില്ല. അന്നേരം വന്നു. ആ, ഉമ്മ അങ്ങനെ കൂടെ വന്നേ? അടുത്ത് വന്നേ? ഏട്ടനും ഭാര്യയെല്ലാം വന്നില്ല? വരുന്ന മുന്നേ വന്നിരുന്നല്ലേ? ഇപ്പൊ ഇവിടുന്ന് പോയിട്ട് കൊറേയാ? താമസിച്ചതല്ലേ? അല്ല, അന്നേരം പറഞ്ഞിരുന്നു ഇവിടെ അന്നേരം അവര് താമസിക്കേണ്ടി തോന്നുന്നു. ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ. ഇപ്പൊ വന്നിട്ട് പറയാ? വന്നിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞാ? ഒരു മാസം അതുകൊണ്ട് അങ്ങനല്ലേ? നല്ല സ്വഭാവം, നല്ല മനുഷ്യൻ. ഷംന കാസിമിന്റെ ഭർത്താവ് ഹസ്ബൻഡ് ഇവിടെ എവിടെയല്ലേ? മയിൽ അങ്ങനെ കൊണ്ടുവരില്ല? ദുബായിലല്ലേ? അല്ല, ഹസ്ബൻഡ് ഇവിടെ ഇവിടെ അല്ലേ? സമയത്ത് ഷംന വന്നിട്ടുണ്ടായിരുന്നു 3 വർഷം മുന്നേ. 3 വർഷം 3-4 വർഷമായി. അന്ന് നമ്മള് നേരിട്ടിട്ട് അവിടുന്ന് കണ്ടിട്ടുണ്ട്. എല്ലാരും ഫോട്ടോ എടുത്തിട്ടാണ് പോയത്. പിന്നെ ഇപ്പൊ കണ്ണൂരുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം പരിപാടിക്ക് വന്നതാ. പക്ഷെ ഇങ്ങോട്ടേക്കൊന്നും വരൂല. ഫാമിലി അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ന വന്നിട്ടുണ്ടെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അഡ്രസ് ഇങ്ങനെയാണുള്ളത്. എല്ലാവരും ഇനി വരും. കുറെ ആൾക്കാർ ഇങ്ങനെ വരും. ആര് വരുമ്പോഴും എവിടെ പോയാലും ഇങ്ങനെ പറയുമ്പോഴും നമുക്ക് ആക്ടേഴ്സ് ഒന്നും കൂടും. അവരെ ജനിച്ചു വളർന്ന കൂടെല്ലാം ആൾക്കാർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് കണ്ടതല്ലേ, പിന്നെ കണ്ടിട്ടില്ല. അതെ അതെ, ഇങ്ങനെ വിചാരിക്കും വരുമായിരുന്നു, പക്ഷെ വരുന്നില്ല. വരുമായിരിക്കും. പിന്നെ കാസിം ഖാനെ ദിവസം വിളിക്കുകയും അങ്ങനെ സംസാരിക്കുകയും. അതെ അല്ലേ? കാണാല്ലേ? നല്ല സ്വഭാവം. ചേച്ചി ഹസ്ബൻഡ് എല്ലാം ചെയ്യുന്നത്? എന്റെ ഹസ്ബൻഡ് ആയിക്കര മീൻ്റെ ഇവിടെ തന്നെയാണ്. ഇവിടെ നല്ല സ്വഭാവം തന്നെയാണ്. ഭാര്യന്റെ ഉമ്മ മരിച്ചു. പിന്നെ ഭാര്യയുണ്ട്, സുഖമില്ലോ. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ എന്താ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് എനിക്ക് വന്നേനെ.
അല്ല നമ്മളിപ്പോ അവരെ വീട്ടിൽ നിക്കണെന്ന് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ നോക്കണ്ടേ? അതെ അതെ, പിന്നെ അതേപോലെ നോക്കാം. നമ്മളെ വീട് പോലെ നോക്കണ്ട. അതെ അതെ നോക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാലോ. അതെ അതെ, അടിപൊളി, നല്ല നല്ല അടിപൊളിയായി. പിന്നെ അല്ല എങ്ങനെ നമ്മൾ നാടൻ കണ്ണൂർ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എങ്ങനെ ആൾക്കാരൊക്കെ നല്ല ഇവിടുത്തെ ആളെ പോലെ ആയില്ലേ? നമ്മളെ അഡ്രസ്സും റേഷൻ കാർഡും എല്ലാം ഇവിടെ എല്ലൂടിയാക്കി ഇവിടുത്തെ അല്ല. അപ്പൊ മലപ്പുറം വിട്ടു. മലപ്പുറമായിട്ട് ബന്ധമില്ല, എപ്പോഴെങ്കിലും പോയിട്ട് വരും. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ തന്നെ ആധാറും തിരിച്ചറി കാർഡും പാസ്പോർട്ടും എല്ലാം ഞാൻ ഇവിടെ തന്നെ ആക്കി. ഇവിടെ തന്നെ ആക്കി. ഇപ്പൊ നമ്മുടെ നാട് പോലെ എല്ലാ ആളുകളെ അറിയാം, പരസ്പരം അറിയാം. എല്ലാവർക്കും അറിയാം. അതിപ്പോ ഇവിടെ ഒരു വർഷം അല്ല, ഇവിടെ 2 മാസമായിട്ടുണ്ട്. 2 മാസമായിട്ടില്ല, 3-ാം മാസമായി. ഓ അതുകൊണ്ട് വന്നതാണ്. പിന്നെ വേറെ കാര്യമൊക്കെ കുട്ടികൾക്കുള്ള ഫോട്ടോ. അതെ അതെ, അതേ ഉള്ള. പിന്നെ ഇത് 3rd പ്രൈസ് മഴവിൽ മനോരമ അല്ലേ? മഴവിൽ മനോരമന്റെ അല്ല, അമൃതന്റെ മദ്രസ അല്ലേ? എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ജയ, അതെ ജയ അവാർഡ്സ് പൂർണ്ണ. ജയ അവാർഡ്സ് 2017 പൂർണ്ണ. അപ്പൊ അതൊക്കെ കണ്ട് വീടും കാര്യങ്ങളെല്ലാം കണ്ടു. ആ ഇതാണ് വീടും കാര്യങ്ങളൊക്കെ. എന്തുണ്ട് അങ്ങനെ ഷംന കാസിമിന്റെ എത്രയിലാ പഠിക്കുന്നവൻ? പറയടാ. ഒന്നിലെത്തിയാ പറ. പറയൂലേ? പറ എത്രയെത്തി? ഒന്നിലെത്തിയാ? ഒന്നിലാ? അന്ന് പേര് ഏത്? സമൽ ഫലക്ക്. അടിപൊളി നിയമല്ല. എന്നിട്ട് നീ പറയാനൊക്കെ ആ മദ്രസ അല്ലേ? മദ്രസ. നമുക്ക് ചേച്ചി കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ വളരെ നന്ദി. ഓക്കെ ചേച്ചി, ബൈ. ഇതാ എന്നാൽ പിന്നെ ദിവസം നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ താങ്ക് യു. ടീച്ചർ എന്തുണ്ട്? സുഖാണോ? സുഖം. നമ്മൾ ഷംന കാസിമിനെ പഠിപ്പിച്ച ടീച്ചറല്ലേ അല്ലേ? ഓ, എപ്പോഴാ ആദ്യം? കുറേ ഇല്ലല്ലേ? കുറേ വർഷങ്ങൾ. എത്ര വർഷം? ഏകദേശം 86 കയറിയതാ. 86-ലല്ലേ പഠിപ്പിച്ചത്? പെൻഷനായിട്ട് ഇപ്പം വീട്ടിലിരിക്കുന്നല്ലേ? എന്നാ പേരെന്താ ചേച്ചി? ലക്ഷ്മി അല്ലേ? അല്ല, വരുമ്പോ ഇങ്ങോട്ട് വരാറില്ലേ? വരുമ്പോ ഷംന കാസിം വിളിക്കലുണ്ടോ? എന്റെ മോളെ വിളിച്ചിട്ട് മോള് നമ്മളോട് വിവരം പറയും. അങ്ങനെ അല്ലേ? ഓക്കെ. ഇപ്പൊ പൂർണ്ണ പേര്? പൂർണ്ണ. അതെ 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 അതെ, നമുക്ക് ആദ്യം അറിയുന്ന ഒരു പേരല്ല. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ അങ്ങനെ ആള് നല്ല മോളല്ലേ? നല്ലൊരു ഇപ്പോഴും നല്ല. പിന്നെന്താ ഇപ്പൊ കല്യാണം കഴിച്ച് ഇവിടെ അടുത്തടിയല്ലോ അല്ലേ? എറണാകുളത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഉണ്ടായിരുന്നല്ലേ? എറണാകുളത്തുണ്ട് പറഞ്ഞിട്ട്. കഴിഞ്ഞ ആഴ്ച വരാറുണ്ടല്ലേ? വീട്ടിലേക്ക് വരാറുണ്ടല്ലേ? ഇത് മോളെ കുട്ടിയാ? അവളെ കുട്ടി. അവരെ കുട്ടി. പിന്നെ വേറെ എന്നാ പിന്നെ ഓക്കെ, ഞാൻ എന്നാ പോവാം. ഓക്കെ, ബൈ. ഓക്കെ, ഇത്ര പറഞ്ഞത് നന്ദി കേട്ടാ. വളരെ. ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്ന സ്കൂളിലാണ് ഷംന കാസിം 1 മുതൽ 7 വരെ ഈ പള്ളിക്കടുത്തുള്ള സ്കൂളിലാണ് പഠനം പൂർത്തിയാക്കിയത്. ഇവിടുന്നാണ് ഷംന കാസിം 8, 9, 10 പഠനം പൂർത്തിയാക്കിയത്. പിന്നെ ഇനി സ്കൂളിൻ്റെ കാഴ്ചകളൊന്നും നമുക്ക് കാണാം.
അപ്പോൾ വീട് സ്ഥലങ്ങളൊക്കെ കണ്ട് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആളവിടെ ഇല്ല, ആൾ എറണാകുളം പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ വരുമ്പോൾ കുറച്ച് ദിവസം കഴിയുന്നതാണ് പറഞ്ഞത്. അപ്പോൾ വീടും സ്ഥലങ്ങളൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്നു, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പിന്നെ ബെല്ലൈക്കൺ ഒന്ന് കുത്തി പൊടിച്ചേട്ടാ. അപ്പോൾ പുതിയൊരു വീഡിയോ കാത്തിരിക്കുമ്പോഴേക്കും ഓക്കെ, ബൈ ബൈ.